ഹലോ ഗൈസ്, ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി തിരികെ വരികയാണ്. ഒപ്പം ആ ഒരു കള്ളത്തരം തിരികെ പൊങ്ങി വരുന്നൊരു നിമിഷങ്ങളുമാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ രേവതിയുടെ സ്വർണം ശ്രുതി എടുത്ത് വിറ്റിരുന്നല്ലോ. അതിന് പകരം നമ്മുടെ ശ്രുതി നല്ല അസല് മുക്കുവണ്ടം സ്വർണ്ണം കേട്ടോ തിരിച്ച് അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അമ്മയ്ക്കത് അറിയുകയും ചെയ്യാം. അപ്പം നമ്മുടെ സച്ചിക്ക് എന്തോ സംശയം തോന്നിയിട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് രേവതിയുടെ സ്വർണം വേണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവര് സ്വർണം കിട്ടി, ഈ ഒരു മുക്കുവണ്ട സ്വർണം ആട്ടോ കൊടുക്കുന്നത്. ഈ ഒരു സ്വർണം ഇവർ ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിൽക്കാനൊക്കെ നോക്കുമ്പോൾ അവരാണ് പറയുന്നത് ഇത് ഒറിജിനൽ ഗോൾഡ് അല്ല എന്ന്. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ഇങ്ങനെ പറയുന്നുണ്ട്. സച്ചി ആട്ടോ പറയുന്നത് ഇതിന് പിന്നിൽ ശ്രുതിയാണ്, അവനെ ഈ ഒരു ചെറ്റത്തരം ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കും. അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട് എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അച്ഛമ്മ നമ്മുടെ വീട്ടിൽ വന്ന് പോകുന്നത് വരെ സച്ചിയുടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയുന്നുണ്ട്. അച്ഛമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ചന്ദ്രോത്തയും വീട്ടിലേക്ക് വരുന്നുണ്ടേ. അപ്പൊ ഇവര് തിരികെ ജ്വല്ലറിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ അവിടെ പിറന്നാളൊക്കെ ആഘോഷിക്കാൻ വേണ്ടി കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി റെഡി ആയിട്ട് സെറ്റായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുമായിരിക്കും. അപ്പൊ നമ്മുടെ സച്ചിൻ രേവതി ഇതിനെപ്പറ്റിയൊന്നും പറയില്ല, പക്ഷെ അവരുടെ മുഖത്തുണ്ട് ആ ഒരു സങ്കടം. പിന്നീട് നമ്മുടെ എന്താ പറയാ, ശ്രുതിക്ക് മനസ്സിലായി ഇവർക്ക് ആ ഒരു കള്ളത്തരം മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പൊ സച്ചിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതി ഓടി മേലോട്ട് പോകാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ സച്ചി ഇങ്ങനെ ഇടിക്കുന്ന പോലെയൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് ഈ പരിപാടി കേട്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.